അഖീദ കഴിഞ്ഞാൽ, വിശ്വാസം കഴിഞ്ഞാൽ, ആദർശം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാകുന്ന ആ സിഹത്ത്, ആ ആരോഗ്യത്തെ അള്ളാഹ് നമ്മളോട് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വന്നാൽ, വീഴ്ച വരുത്തിയാൽ നാം പരലോകത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. കാരണം ഈ ശരീരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ, ഓശാരമായി അല്ലെങ്കിൽ ഹദിയായിട്ട് നൽകിയതായ ഒരു മഹാ അനുഗ്രഹമാണ്. അതിനെ നാം സ്വർണം പോലെ, മുത്തുപോലെ, പവിഴം പോലെ, മാണിക്യം പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല മഅഹു ദവാഅ, ഇവിടെ വല്ല രോഗം ഇറക്കുമ്പോൾ അതിനുള്ള ചികിത്സയും അള്ളാഹു കൂടെ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ അനിശ്ചിത നേതാവും ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗമാണ്. അപ്പോൾ അത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ വിശാലമായ ആ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്ത്? രോഗം പിടിപെടുമ്പോൾ ആ രോഗത്തിനുള്ളതായ ചികിത്സയും ഇവിടെ അള്ളാഹു ഇറക്കുന്നുണ്ട് എന്നത്. അലിമഹു മൻ അമില വജഹിലഹു മൻ ജഹില, അറിയുന്നവർ അറിയുന്നു, അറിയാത്തവർ അറിയുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ സാധനം അഥവാ ചികിത്സ എന്നത് എല്ലാ രോഗത്തിനും ഇവിടെ ഉണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും പോലെ അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ എങ്ങനെയാണത് നമുക്ക് അല്ലാഹു നൽകിയതായ ആരോഗ്യത്തിനെ നാം സംരക്ഷിക്കേണ്ടത് അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജി എന്നാണ് അറബി പഴമൊഴി. നമുക്കറിയാവുന്ന അർത്ഥമാണത്. എന്ത്? നാം പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കിയെടുക്കുക, അഥവാ രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതായ രൂപങ്ങൾ കൈകൊള്ളുക. അതാണ് ഉത്തമം എന്നതിനേക്കാൾ രോഗം പിടിച്ചതിൻ്റെ ശേഷം, രോഗം ബാധിച്ചതിന് ശേഷം ചികിത്സയെ അന്വേഷിക്കുന്നതിനേക്കാൾ. അപ്പോൾ ചികിത്സയെക്കാളും ഉത്തമം എന്താണ്? രോഗമില്ലാത്ത ശരീരമായി മാറുക എന്നതാണ്. ശക്തിയുള്ളതായ ഈമാനിന്റെ ഉടമ ഖൈറും, അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമനാണ് ശേഷികെട്ടതായ ശരീരത്തിന്റെ ഉടമയേക്കാൾ. പക്ഷേ ഫീ കുല്ലിൻ ഖൈർ, അവൻ മുസ്ലിം ആയത് കാരണത്താൽ അവരിലെല്ലാം നന്മയുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കും ഇവിടെ സ്മരണീയമാണ്. പറഞ്ഞു വരുന്നത് ഈ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമ്മളോട് ഇസ്ലാം കൽപ്പിച്ച ശൈലിയാണ് തഹാറത്തിന് ധാരാളം പ്രാധാന്യം നൽകി. അതിനുവേണ്ടി ആയത്തുകൾ ഇറക്കി ഖുർആനിൽ. ആയത്തുകൾ തഹാറത്തിന് വേണ്ടി. നിങ്ങൾ 5 നേരത്തെ നമസ്കാരത്തിൽ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ, അത് മുഖം, അതുപോലെ തന്നെ കാല് പോലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലാഹ് ഇന്നത്തെ യുഗത്തിൽ ഈ കൊറോണ യുഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൊറോണ വ്യാപകമായ ഈ അതിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു യുഗത്തിൽ നമുക്കറിയുന്നത് പോലെ മുസ്ലിങ്ങൾക്ക് പേടിയില്ല. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി പോലെ ഇവിടെ തീരുമാനിച്ചത് വരും, തീരുമാനിക്കാത്തത് വരൂല. അതാണ് നമ്മുടെ വിശ്വാസം. അതേ സമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോഴൊക്കെ വരാതിരിക്കാനുള്ളതായ പ്രതിരോധവും വന്നു കഴിഞ്ഞാൽ അത് തട്ടാതിരിക്കാനുള്ളതായ മാധ്യമങ്ങളും കൈക്കൊള്ളാൻ കൽപ്പിക്കുന്നതായ ഏറ്റവും പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് ഉത്തുംഗ ശൃംഗത്തിൽ കമാലിൽ എത്തിയതായ മതത്തിൻ്റെ ഉടമകളാണ് നാം. ആ മതമാണ് നമ്മുടെ മതം എന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഏത് നിലക്കും അള്ളാഹ് പറഞ്ഞതുപോലെ നോക്കൂ ആകാശത്തിലേക്ക്, വീണ്ടും നോക്കൂ ആകാശത്തിലേക്ക്, മടങ്ങി മടക്കി നോക്കൂ ആകാശത്തിലേക്ക്, വല്ല വീഴ്ചയുമുണ്ടോ എന്ന് ഖുർആനിലുള്ള ചോദ്യമുണ്ടല്ലോ സൂറത്തുൽ മുൽക്ക് എന്നതുപോലെ ലോകമാസകലം എത്ര തന്നെ ചിക്കിക്കുത്തി നോക്കിയാൽ, എത്ര തന്നെ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ ഒരു വീഴ്ചയും കാണാൻ പറ്റുന്നതല്ല. അള്ളാഹുവിൻ്റെ മതത്തിൽ, അള്ളാഹു ഇറക്കിയതായി ഈ മഹാഗ്രന്ഥത്തിൽ, ഈ ഖുർആനിൽ, അതിന് വിശദാംശമാകുന്ന സുന്നത്തിൽ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരിപൂർണ മതം ഇറക്കിയതായ റബ്ബ് ഇവിടെ നമുക്ക് ഇറക്കിയതായ ഈ രോഗങ്ങൾ നമ്മളിൽ തട്ടാതിരിക്കാൻ വേണ്ടിയും അതിന് പ്രതിരോധ വകുപ്പാവാൻ വേണ്ടിയും ആയിരിക്കാം ഇവിടെ നാം വളരെ നളാഫത്തോടു കൂടി ജീവിക്കണം. നമ്മുടെ ചിഹ്നമായിരിക്കണം കുനു കശ്ശാമത്തി ബൈനൽ ഉമം എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. നിങ്ങൾ ക്ഷാമ പോലെയാവുക, ഹദീസല്ലാട്ടാ, ക്ഷാമ പോലെയാവുക ഉമ്മത്തുകളുടെ ഇടയിൽ. ക്ഷാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് ഉണ്ടാക്കാൻ പോകുമ്പോൾ മുഖത്തോ മറ്റോ വല്ല അടയാളമുണ്ടെങ്കിൽ ആ അടയാളം, അതാണ് ക്ഷാമ. അഥവാ ഒരു മനുഷ്യനെ വ്യതിരിക്തനായിട്ട് മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തനാക്കുന്നതായ ഒരു അടയാളമുണ്ടെങ്കിൽ അത് പാസ്പോർട്ടിൽ എഴുതും എന്നതുപോലെ നാം ഉമമുകളുടെ ഇടയിൽ, ലോകത്തിലുള്ള സമൂഹങ്ങളുടെ മുമ്പിൽ നാം എന്തായിരിക്കണം? ക്ഷാമ പോലെയായിരിക്കണം എന്നതാണ് നമുക്ക് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്, നമുക്ക് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത്, നമുക്ക് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നാം എന്ത് നേരത്തെ പറഞ്ഞതായ ഖുബുസുകളെ, ഖബായിസുകളെ ദൂരപ്പെടുത്താൻ വേണ്ടി, അതിലുള്ള ശല്യങ്ങളിൽ നിന്നിട്ട് ദൂരപ്പെടാൻ വേണ്ടിയിട്ട് ശുദ്ധീകരണം നടത്തിക്കൊണ്ടേ ഇരിക്കുക എന്നതാണ്. അതുപോലെ തന്നെ അതുകൊണ്ടായിരിക്കും
മക്കയിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ, സൂറത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസിയാബക ഫതഹിർ, നിങ്ങളുടെ വസ്ത്രത്തെ നിങ്ങൾ വൃത്തിയാക്കുക. അപ്പോൾ ആത്മീയമായുള്ള ആ ശുദ്ധീകരണം അത് പറയുന്നതിന് മുമ്പ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആരാധിക്കാൻ നിൽക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശുദ്ധനായി നിൽക്കണം. ആ ശുദ്ധി എവിടെ വേണം? നിന്റെ വസ്ത്രത്തിൽ വേണം. നിന്റെ ശരീരത്തിൽ മാത്രമല്ല, വസ്ത്രത്തിലും പ്രകടമായിരിക്കണം. അപ്പോൾ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് രൂപത്തിലാണ്? നമുക്കതിനുള്ള ട്രെയിനിങ് നൽകിയിട്ടാണ്. ആത്മീയ വളർച്ച, ആത്മീയ ശുദ്ധീകരണം, ആത്മീയമായിട്ടുള്ളതായ ആ പുരോഗതി അത് മാത്രമല്ല, പിന്നെയോ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അവിടെ ആത്മശുദ്ധീകരണത്തെ മാത്രമല്ല എല്ലാ നിലക്കുള്ള ശുദ്ധീകരണം. എന്തേ? പള്ളിയാകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ ജനാബത്തുണ്ടെങ്കിൽ കുളിച്ചു പോകണം, പള്ളിയിലേക്ക് പോകുമ്പോൾ ഹൈദ് ഉണ്ടെങ്കിൽ കുളിച്ചു പോകണം, പള്ളിയിലേക്ക് പോകുമ്പോൾ നിഫാസ് ഉണ്ടെങ്കിൽ കുളിച്ചു പോകണം, പള്ളിയിലേക്ക് പോകുമ്പോൾ നമസ്കരിക്കാനാണ് പോകുന്നതെങ്കിൽ ഒതു ഇല്ലെങ്കിൽ ഒതുവോട് കൂടിയായിരിക്കണം, ശുദ്ധീകരണത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ രോഗങ്ങളിൽ നിന്നിട്ടെല്ലാം മുക്തനാകുന്ന രൂപത്തിലുള്ള ശുദ്ധീകരണമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, കേൾക്കാൻ പോകുന്നത് പോലെ. അങ്ങനെയുള്ള ശുദ്ധീകരണത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പള്ളിയിലുള്ളവരെല്ലാവരും ശുദ്ധിയോടുകൂടി വന്നു, അവരെല്ലാവരും ആരോഗ്യവാന്മാരായി നിലനിൽക്കാൻ അത് അവർക്ക് സഹായകമായി മാറുന്നു. പോകുന്ന ആളും അങ്ങനെ തന്നെ, പോയാളും അങ്ങനെ തന്നെ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അതേ സമയത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ വല്ല മാരകമായ രോഗം പോകട്ടെ, വല്ല സ്മെല്ല് പോലും, ഇടയ്ക്ക് സ്മെല്ല് പോലും ഒരാളിലുണ്ടെങ്കിൽ ആ സ്മെല്ല് ജനങ്ങളെ ആ സ്മെല്ലിലൂടെ ദ്രോഹിക്കുമെന്ന് കാണുകയാണെങ്കിൽ പള്ളിയിലേക്ക് പോകരുത് എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൽപ്പന. റസൂൽ പറയുന്നു, ഈ 2 വർഷത്തിൽ നിന്നിട്ട് തിന്നവര് പള്ളിയിലേക്ക്, നമ്മുടെ പള്ളിയിലേക്ക് കടക്കരുത്. ഏതുവരെ? ആ തൊള്ളയിലുള്ള വാസന അവസാനിക്കുന്നത് വരെ. എന്തേ? നിസ്കരിക്കുന്നവർക്ക് ദ്രോഹമില്ലാതിരിക്കാൻ വേണ്ടി മാത്രമെന്നാണോ പറഞ്ഞത്? അല്ല, മനുഷ്യന്മാരെ ബഹുമാനിച്ച് ശുദ്ധീകരിക്കുന്നവരെ, ആത്മശുദ്ധീകരണവും ശാരീരിക ശുദ്ധീകരണവും കാംക്ഷിച്ചു കൊണ്ടുവന്നതായ ആ സജ്ജനങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് അവിടെ മലക്കുകൾ വരുന്നുണ്ട്. ആ മലക്കുകളെ കുറിച്ച് റസൂൽ പറയുന്നുണ്ട്, ഇന്നൽ മലായികത തതഅദ്ദാ ബിമാ യതഅദ്ദബു ആദം, ആദമിന്റെ സന്തതികൾ എന്തിനെ തൊട്ടെല്ലാം ഇടങ്ങേറാകുന്നു അതിനെ തൊട്ടെല്ലാം മലക്കുകൾക്കും ഇടങ്ങേറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ പള്ളിയിൽ മലക്കുകളുണ്ട്, നിങ്ങളോട് കൂടി ആമീൻ ചെല്ലുന്നുണ്ട്. അവർക്ക് ദ്രോഹമാണ് നിങ്ങൾ വിടക്ക് സ്മെല്ലുമായി പള്ളിയിലേക്ക് ചെന്നാൽ. സ്മെല്ല് ഏറ്റവും ചെറിയ സാധനമാണ് ഈ പറഞ്ഞത്, സ്മെല്ല്. പിന്നെയല്ലേ മാരകമായ രോഗങ്ങൾ, പിന്നെയല്ലേ പകർച്ചവ്യാധി പോലത്തതായ രോഗങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇസ്ലാം നമുക്ക് നൽകുന്നതായ ശാസനകളിലും കൽപ്പനകളിലും പെട്ടതാണ് എന്ത്? ശുദ്ധിയായ അന്തരീക്ഷം, ശുദ്ധിയായ ആത്മാവ്, ശുദ്ധിയുള്ളതായ പള്ളി, ശുദ്ധിയുള്ളതായ മദ്രസകൾ, ശുദ്ധിയുള്ളതായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. എന്തേ? നാം നല്ല രൂപത്തിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ അത് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതായ ബാധ്യതകൾ സമർപ്പിക്കാൻ, അത് നിസ്കാരത്തിലൂടെയാവട്ടെ, നോമ്പിലൂടെയാവട്ടെ, അതുപോലെ പ്രബോധനങ്ങളിലൂടെയാവട്ടെ, എന്തെല്ലാം സേവനങ്ങൾ അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ നാം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു, അതിനെല്ലാം സഹായകരമാകാൻ അതിനുള്ള മാധ്യമങ്ങളായി നാം ഉപയോഗപ്പെടുത്തുന്നതായ ആ ആരോഗ്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആയത്തിന്റെ പരിപൂർണതയിൽ സൂറത്ത് തൗബയിൽ അഫമൻ അസ്സസ ബുനിയാനഹു എന്നൊക്കെ പറഞ്ഞ് നാം സാധാരണ ഓതാറുള്ള ആയത്താണ്. നാം ആദ്യമായിട്ട് അല്പം മുമ്പ് സൂചിപ്പിച്ച ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായ ആ വുദൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും എന്നൊക്കെ പറയുന്ന ആയത്തൊക്കെ നമുക്ക് പരിചയമുള്ള ആയത്താണ്. നാം ശുദ്ധീകരണത്തോടു കൂടി പോകണം എന്ന് കൽപ്പിക്കപ്പെട്ട ആയത്ത്. അതുപോലെ തന്നെ ഈ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്, അസ്സിഹത്തു വൽ ഫറാഗ്. സുബ്ഹാനല്ലാഹ്, ബുഖാരി പഠിച്ച ഹദീസാണ്. എന്ത്? 2 അനുഗ്രഹങ്ങൾ. ആ 2 അനുഗ്രഹത്തെ മനുഷ്യൻ സംരക്ഷിക്കുന്നതിൽ വളരെ ബേക്കിലാണ്, വളരെ പരാജയത്തിലാണ്. ഗാബിന് എന്ന് പറഞ്ഞതാണ് പരാജയത്തിൽ. വേണ്ടതുപോലെ അത് അവൻ സംരക്ഷിക്കുന്നില്ല എന്നർത്ഥം. മനുഷ്യന്മാരിൽ അധിക പേരും എന്നാണ്. എന്തൊക്കെയാണത്? അസ്സിഹത്തു വൽ ഫറാഗ്. ഞാൻ നേരത്തെ സ്മെല്ല് വരെ പാടില്ല എന്ന് പറഞ്ഞു, വടക്ക് സ്മെല്ല്. അത് എന്തൊക്കെയാണ്? 2 ഉള്ളികളെ റസൂല് 2 ഉള്ളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയേക്കാളും പ്രയാസമുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണല്ലോ ഒരു മാരകമായ രോഗമാണ് ഇന്ന് വ്യാപകമായി കിടക്കുന്നതായ രോഗം. അതേതാണ്? എന്തിലുള്ള സ്മെല്ല്? ആ കോളാമ്പിയിൽ കൂടി ഉണ്ടാകുന്ന സ്മെല്ല്. മനസ്സിലായില്ലേ? അത് പരിചയമുണ്ടല്ലോ കോളാമ്പിയുടെ ആൾക്കാർക്ക്.
അതെ, എപ്പോഴും തൊള്ളയിൽ നിന്നിട്ട് ചുവയും കൊരയും വരാനുള്ളതായ കാരണമായി തീർന്നതായ ആ സ്മോക്കിംഗ് നടത്തുക, അതിലൂടെ ഉണ്ടാകുന്നതായ പ്രയാസം. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള വ്യക്തികളെ, ഞാൻ പൊക്കി പറയുന്നല്ല, നിങ്ങൾക്കൊക്കെ സംഭവിക്കും, അങ്ങനെയുള്ള വ്യക്തികൾ പരിസരത്തിൽ വന്നത് കണ്ടാൽ ഞാൻ സ്ഥലം വിടും. എന്തേ, എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല. എനിക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാൻ, അഥവാ ഖുശൂവോടുകൂടി നിസ്കരിക്കുന്ന ആളൊന്നും ഞാൻ വാദിക്കല്ല. എനിക്ക് എൻ്റെ കഴിവനുസരിച്ച് വല്ല നിലക്ക് നിസ്കരിക്കാൻ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്മെല്ലുണ്ടെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കൂല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്കൊക്കെ അനുഭവമുള്ളതായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് എന്ത്, പള്ളിയിലേക്ക് പോകുമ്പോൾ അഥവാ വല്ലവരും മുബ്തലീങ്ങളാണെങ്കിൽ, എന്തിലൂടെ മുബ്തലീങ്ങൾ, പുകവലിയിലൂടെ, അതിനോട് എന്നേക്കുമായി വിടവാങ്ങാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുക. എത്രയോ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന നമ്മുടെ ക്ലാസ് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു, സാധിച്ചില്ല മൗലവി, എന്ത് കാട്ടണമെന്ന് ചോദിച്ചു. അവസാനം ഞാൻ അതിന് നല്ല പയറ്റും അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതെന്താണ്, ഒരു 100 റിയാൽ നേർച്ചയാക്കാം അള്ളാഹ്ക്ക്. എന്ത്, ഞാൻ ഇനിമേൽ ഒരാഴ്ച ഞാൻ സ്മോക്ക് ചെയ്യൂല, 2 ആഴ്ച ചെയ്യൂല, 1 മാസം ചെയ്യൂല, വല്ലതും തൊട്ടുപോയാൽ ഒരു 100 റിയാൽ കൊടുക്കാൻ ഒരു നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ തൊടൂല. കാരണം പ്രശ്നം കാശാണ്. നോമ്പൊക്കെ നോക്കാൻ തയ്യാറാവും, പക്ഷെ കാശ് കൊടുക്കാൻ മനുഷ്യനെ കിട്ടൂല, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വിജയിച്ചവർ ധാരാളമുണ്ട്. അതുകൊണ്ട് മുആഖബത്തുൻ നഫ്സ് എന്ന് അതിനെക്കുറിച്ച് പറയുക. മുആഖബത്തുൻ നഫ്സ്, മുഹാസബത്തുൻ നഫ്സ്, പിന്നെ മുആഖബത്തുൻ നഫ്സ് അതിൽപ്പെട്ടതാണ്.